അപ്പോൾ ഈ ഗസറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാല്യൂസ് ഇപ്പോൾ -66 എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തത് അത് ഈ ഒരു സിറ്റുവേഷനിലാണ്. എല്ലാ പ്രൊജക്റ്റിലും അങ്ങനെ വരണം എന്നില്ല. പിന്നെ ഈ 10 ഇവിടെ നമ്മൾ വാല്യൂസ് കൊടുക്കേണ്ട ഇതൊക്കെ ഏകദേശം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ -1.75 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല, അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഡിസൈൻ പ്രകാരം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൊടുക്കണം. അത് താഴെ ആയിരിക്കും മേളിലായിരിക്കും. ഇപ്പോൾ -1.75 കൊടുത്തെന്ന് വെച്ചാൽ എല്ലാ ഗസറ്റും -1.75 അല്ല കേട്ടോ. നമ്മൾ എന്തിനു വേണ്ടിയായിരുന്നു മിനിമം 10 കിട്ടാനായിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. പിന്നെ ഈ ഗസറ്റിൽ ഇവിടെ നമ്മൾ 10 കൊടുത്തു, അതും ഫിക്സഡ് അല്ല, അതും മാറും, അത് ഓരോ വാല്യൂ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തു, ഞാനത് അപ്ലൈ ഓക്കെ ചെയ്തു. എന്നിട്ട് റീഡ്രോ ഇപ്പോൾ ഈ ഒരു സൈഡിൽ ഓക്കെ ആയി. ഇനി ഈ എൻഡിലും നമുക്ക് കൊടുക്കണം. ഈ എൻഡിലും നമുക്ക് കൊടുക്കാനായിട്ട് ഇതേപോലെ തന്നെ ഗസറ്റ് എടുത്തു. ഞാൻ അപ്ലൈ ഓക്കെ ചെയ്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കണക്ഷൻ വരും. മെയിൻ പാർട്ട് ബീം സെലക്ട് ചെയ്തു, സെക്കൻഡറി പാർട്ട് ബ്രേസിങ് സെലക്ട് ചെയ്തിട്ട് മൗസിൻ്റെ മിഡിൽ ബട്ടൺ പ്രസ് ചെയ്തു. ഇതിപ്പോൾ ഇങ്ങനെ കട്ടായി വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ മൈനസ് വാല്യൂ കൊടുത്തിട്ടില്ലേ, ആ മൈനസ് വാല്യൂ ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്നത് ഇവിടെ താഴത്തെ കൊണ്ടാണ് ആ ഇഷ്യൂ. കാരണം താഴെ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെയാണ് കട്ടായത്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ട് മേളിൽ കൊടുക്കാം. ഞാനത് ഡിലീറ്റ് ചെയ്ത് മേളിൽ കൊടുത്തു, മോഡിഫൈ. ഇപ്പോൾ മേളിൽ കുറഞ്ഞു, മിനിമം നമുക്ക് 10 കിട്ടണം. എന്നിട്ടും 10 കിട്ടിയിട്ടില്ല. ബാക്കിയെല്ലാം ഓക്കെ ആണോ എന്ന് നമുക്ക് നോക്കണം. ബോൾട്ടൊക്കെ ഇവിടെ സെൻറ്ററിൽ വന്ന് കിടക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെ. 10 പ്രൊജക്ഷൻ ഷേപ്പ് ഇതെല്ലാം ഓക്കെ. അപ്പോൾ ഇവിടെ 10 വരുത്താനായിട്ട് ഇവിടെ നമുക്ക് -1.75 അല്ലേ, കുറച്ചും കൂടി ഒരു വലിയ വാല്യൂ ഞാനൊരു 4 ഇട്ട് കൊടുക്കും. കാരണം -1.75 കൊടുത്തിട്ടും മൂവ് ആവില്ല. അപ്പോൾ നമ്മളൊരു 4 കൊടുത്തു. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കണം, ഒരുപാട് കൂടി പോകരുത്. എഫ് ഞെക്കി ഇവിടെ നിന്ന് ബീമിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് 10.45 ഇനഫ്, അത് മതി. റീഡ്രോ ചെയ്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഗസറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെക്ക് ചെയ്യണം. ഈ ഗ്യാപ്പ് ഇതുണ്ട്, ഈ ഗ്യാപ്പ് ചെറുതായി ഇപ്പോൾ മിനിമം 10 വേണമെന്ന് പറഞ്ഞു. ഇവിടെ ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്താൽ 6 പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ മിനിമം 10 വരുത്താനായിട്ട് ഗസറ്റ് എന്ന് പറഞ്ഞ ടാബിൽ പോയി ഈ 10ന് പകരം വേറൊരു വാല്യൂ ഞാനൊരു 18 കൊടുത്തിട്ട് മോഡിഫൈ ചെയ്യും. അപ്പോൾ ഇത് ഇനി ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കണം. എഫ് ആക്കി ബീമിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്ന് പ്ലേറ്റിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ 10.3 ഉണ്ട്. അപ്പോൾ അത് ഓക്കെ, നമുക്ക് ആ വാല്യൂ ഓക്കെ. പിന്നെ ഗസറ്റിൻ്റെ ട്രയൽ ചെയ്ത് നമ്മൾ നോക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ആദ്യമേ ഇവിടെ താഴെ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്തു. 0 എന്ന് പറഞ്ഞൊരു വാല്യൂ എവിടെയും ഇട്ട് കൊടുക്കരുത്. അത് ഒരു കണക്ഷനിലും നിങ്ങൾ വെറുതെ നമ്മൾ ട്രയൽ ചെയ്യാനായിട്ട് ഓരോ ബോക്സിൽ നമ്മൾ ഇട്ട് കൊടുത്തു. പക്ഷെ അവിടെ അല്ല എന്ന് കരുതി അവിടെ എങ്ങനെയാണോ ഡിഫോൾട്ട് കിടന്നത്, ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ടാണ് ആ ഒരു ബോക്സ് കിടന്നെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് തന്നെ കൊടുക്കുക. ഒരിക്കലും 0 കൊടുക്കുക. കാരണം 0 കൊടുത്താൽ ഇത് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു 0 പോയിൻ്റ് വെച്ചിട്ടായിരിക്കും പ്രോഗ്രാം ചെയ്യുന്നത്. ഓരോ എൻഡുകളും ഓരോ കണക്ഷൻ്റെ ഓരോ പോയിന്റുകളും. അപ്പോൾ എന്ത് പറ്റും, ആ പ്ലേറ്റ് 0 എന്ന് പറഞ്ഞൊരു ഏരിയയിലോട്ട് അങ്ങോട്ട് കയറിപ്പോകും. പിന്നെ നമ്മൾ വേറെ സ്ഥലത്തൊക്കെ വാല്യൂസ് എന്തൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കിയാലും അവിടെ മൂവ് ആവില്ല, കാരണം ഈ 0 കൊടുത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ 0 എന്ന് പറഞ്ഞ് വെറുതെ ഇട്ട് കൊടുക്കരുത്. ട്രയൽ ചെയ്ത് നോക്കാം. അത് ഉദ്ദേശിച്ച പോലെ നടന്നില്ലെങ്കിൽ ആ ഡിലീറ്റ് ചെയ്ത് ബ്ലാങ്ക് സ്പേസ് തന്നെ ആക്കുക.